Good afternoon. Yes. എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചിട്ടാണോ ക്ലാസ്സിൽ കയറിയത്? യെസ്. ഓൾമോസ്റ്റ് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ ചാപ്റ്റർ 6 ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചായിരുന്നു അല്ലേ? എന്താണ് OPD എന്ന് പറയുന്നത്? OPD എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? OPD, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, where the patients come to the hospital to consult their health issues with the doctors to start the treatment. നമ്മള് നേരെ ഹോസ്പിറ്റലിൽ വന്ന് എന്താ പറയാ OPD വന്ന് ഡോക്ടറെ കണ്ടു പോകുന്നു അല്ലെ? ഇവിടെ കിടത്തി ചികിത്സയും കാര്യങ്ങളും ഒന്നും ഇല്ല അവിടെ. OPD വന്ന് ജസ്റ്റ് ഡോക്ടറിനെ കണ്ട് മരുന്ന് മേടിച്ച് പോകുന്നു അല്ലെ? Where the patients come to the hospital to consult their health issues with the doctor and to start the treatment. പിന്നെ നമ്മൾ OPD സർവീസുകളാ പറഞ്ഞത്. ഏതൊക്കെയാണ്? ഡയഗ്നോസ്റ്റിക്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. അത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് അല്ലെ? ഇനി എന്തൊക്കെയാണ് ഒരു OPDയുടെ ഒബ്ജക്റ്റീവ്സ്? എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് നോക്കി? ഒബ്ജക്റ്റീവ്സ് ഓഫ് OPD. OPDയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെ? ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? OPD എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ? OPD അതിന്റെ 4 പോയിന്റ്സ് ആയിട്ടാണ് തന്നേക്കുന്നത്. എന്തൊക്കെയാണെന്നൊക്കെ? പ്രൊവൈഡിങ് ക്വാളിറ്റി ഓഫ് കെയർ. എന്താണ്? നമ്മള് നല്ല ഒരു ഗുണനിലവാരമുള്ള ക്വാളിറ്റി ഓഫ് കെയർ നമ്മൾ കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ആ പരിചരണം അത് നല്ലൊരു ക്വാളിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുക. പ്രൊവൈഡിങ് ക്വാളിറ്റി ഓഫ് കെയർ, നല്ല ഗുണമേന്മയുള്ള ഗുണനിലവാരമുള്ള പരിചരണം പ്രൊവൈഡ് ചെയ്യുക. രണ്ടാമത്തെ നോക്കി, മോഡേൺ ടെക്നിക്സ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. രോഗങ്ങൾ കണ്ടെത്തുന്നതിനും ട്രീറ്റ്മെന്റിനും വേണ്ടി പുതിയ പുതിയ മോഡേൺ ടെക്നിക്കുകൾ ഉപയോഗിക്കുക. OPDയുടെ ഒരു ലക്ഷ്യമാണ് മോഡേൺ ടെക്നിക്സ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. ട്രീറ്റ്മെന്റ്സിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് പുതിയ പുതിയ ടെക്നിക്കുകൾ ഉപയോഗിക്കുക. ഇപ്പൊ നമ്മുടെ MRI, CT അങ്ങനെയൊക്കെയുള്ള ഇമേജിംഗ് ടെക്നോളജികള് അല്ലെ? പല ട്രീറ്റ്മെന്റുകള് അങ്ങനെയുള്ള പുതിയ പുതിയ ലാപ്രോസ്കോപ്പി, എൻഡോസ്കോപ്പി അങ്ങനെയുള്ള നോൺ ഇൻവാസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകള് അങ്ങനെയൊക്കെ പുതിയ പുതിയ ടെക്നോളജികള് അല്ലെങ്കിൽ എന്തിനു വേണ്ടി? രോഗങ്ങളെ കണ്ടെത്തുന്നതിനും ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാം. ഫെസിലിറ്റീസ് ഫോർ ടോട്ടൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ആ പേഷ്യൻസിന്റെ മൊത്തത്തിലുള്ള സംതൃപ്തി, ആ ഹോസ്പിറ്റലിലെ സർവീസ് മൊത്തത്തിൽ എല്ലാ ഭാഗത്തു നിന്നും എല്ലാ വശങ്ങളിലുമുള്ള പേഷ്യന്റിന്റെ സംതൃപ്തി, അതിനുള്ളൊരു നല്ലൊരു സൗകര്യം ഒരുക്കുക, അതിനു വേണ്ട സൗകര്യങ്ങള് ചെയ്യുക. ഗുഡ് പബ്ലിക് റിലേഷൻ, നല്ല പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്. അപ്പൊ ഒബ്ജക്റ്റീവ്സിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നൊക്കെ ചോദിക്കാം കേട്ടോ. എന്തൊക്കെയാന്നൊക്കെ? പ്രൊവൈഡിങ് ക്വാളിറ്റി ഓഫ് കെയർ, നല്ല നിലവാരമുള്ള കെയർ പ്രൊവൈഡ് ചെയ്യുക. ഇൻവെസ്റ്റിഗേഷനും ട്രീറ്റ്മെന്റിനുമായിട്ട് പുതിയ ടെക്നിക്കുകൾ കൊണ്ടുവരിക. അടുത്തത് ടോട്ടൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യൻസിന്റെ മൊത്തത്തിലുള്ള പൂർണ്ണമായ സംതൃപ്തി, അതിനുള്ള സൗകര്യങ്ങൾ കൊണ്ടുവരിക. നല്ലൊരു പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ഇനി ദി സ്കോപ്പ് ഓഫ് OPD ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്. അടുത്ത നോക്കിയേ, ഈ OPDയുടെ പരിധിയിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഒരു OPDയിൽ വന്നത്? OPDയുടെ സർവീസിൽ വരുന്ന കാര്യങ്ങൾ, ഈ OPDയുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഒരു OPDയുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയാൽ ഒന്നാമത്തെ പോയിന്റ് എന്താ? കൺസൾട്ടേഷൻ, ഇൻവെസ്റ്റിഗേഷൻ, പ്രൊസീജിയർ, സ്പെഷ്യാലിറ്റി സർവീസസ്. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നു, ഇൻവെസ്റ്റിഗേഷൻ, മറ്റുള്ള പ്രൊസീജിയേഴ്സ്, സ്പെഷ്യാലിറ്റി സർവീസുകളൊക്കെ OPDയുടെ പരിധിയിൽ വരുന്നതാണ്. Then preventive and promotive health care clinic which include diabetic, antenatal. Antenatal എന്ന് പറയുന്നത് പ്രസവത്തിന് മുന്നുള്ളത് അല്ലെ? ആന്റിനേറ്റൽ, ഡയബറ്റിക് തുടങ്ങിയ ഇതൊക്കെ ഉൾപ്പെടുന്ന ക്ലിനിക്
ക്ലിനിക്കൽ കാര്യങ്ങള്, പ്രിവെന്റീവ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയർ, നമ്മുടെ ആരോഗ്യത്തെ പ്രൊമോട്ട് ചെയ്യുന്ന, അതുപോലെ തന്നെ പ്രിവെന്റ് ചെയ്യുന്ന, തടയുന്ന അങ്ങനെയുള്ള കെയർ. പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയർ. മൂന്നാമത്തെയാണ് റീഹാബിലിറ്റേഷൻ സർവീസസ്. ഏതൊക്കെയാ? ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി തുടങ്ങിയ റീഹാബിലിറ്റേഷൻ സർവീസുകൾ, പുനരധിവാസ സേവനങ്ങള്. ഹെൽത്ത് എഡ്യൂക്കേഷൻ. നാലാമത്തെ പോയിന്റ് എന്താ? ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ്. ആരോഗ്യ വിദ്യാഭ്യാസങ്ങള്. ഇതെല്ലാം OPDയുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. Consultation, investigation procedures, specialty services, then preventive and promotive health care, then rehabilitation services, health education. 4 points മാത്രം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി ഒരു OPDയുടെ ലൊക്കേഷൻ എവിടെയാണ്? എവിടെയായിരിക്കും ഒരു OPD എന്ന് പറയുന്നത്? എവിടെയാ? ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ അല്ലെ? ഹോസ്പിറ്റലിൽ നിങ്ങൾ ചെല്ലുമ്പോൾ OPDയിൽ കാണാറുണ്ട് ഡോക്ടറിനെ അല്ലെ? എവിടെയായിരിക്കും? ഏറ്റവും ടോപ്പിലോ അല്ലെങ്കിൽ 6ാമത്തെ ഫ്ലോറിലോ 5ാമത്തെ ഫ്ലോറിലോ അങ്ങനെയൊക്കെ ആയിരിക്കോ? എവിടെയായിരിക്കും ഒരു OPD? OPD എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും? ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേര് കേട്ടോ. ലൊക്കേഷൻ എവിടെയായിരിക്കും എന്ന് ചോദിക്കാം. OPDയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. എക്സാമിന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എവിടെയാണുള്ളത്? ലൊക്കേഷൻ നോട്ട് ചെയ്തോ? ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. എവിടെയായിരിക്കും ഒരു OPDയുടെ സ്ഥാനം? ഗ്രൗണ്ട് ഫ്ലോറില്. ലൊക്കേഷൻ എവിടെയാണ്? ഗ്രൗണ്ട് ഫ്ലോർ. Should shared with the IPD diagnostic and therapeutic facilities. ഇനി ഒരു OPD എന്ന് പറയുന്നത് എന്തുമായിട്ട്? IPD എന്ന് പറഞ്ഞാൽ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിഷൻ കാര്യങ്ങളൊക്കെ വന്നില്ലേ? അഡ്മിഷൻ കാര്യങ്ങളൊക്കെ IPD ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റികള്, തെറാപ്യൂട്ടിക് ഫെസിലിറ്റി, ഇതുമായിട്ടൊക്കെ ഏരിയ ഷെയർ ചെയ്യണം. അപ്പൊ അവിടെ നിന്നൊക്കെ എളുപ്പത്തിൽ പോകാൻ പറ്റണം. ഒരു കോമൺ ആയിട്ട് ഇവിടെ ഒരു OPD ആണെങ്കിൽ ഇതുമായിട്ട് ഷെയർ ചെയ്യണം. Should shared with OPD, shared with IPD ആയിട്ട് ഡയഗ്നോസ്റ്റിക് തെറാപ്യൂട്ടിക് ഫെസിലിറ്റീസ് ഇതൊക്കെ ആയിട്ട് ഏരിയ ഷെയർ ചെയ്യണം. പിന്നെ നോക്കിയേ, യൂണി ഡയറക്ഷണൽ ഫ്ലോ. എങ്ങനെയാണ് OPDയിലെ മൂവ്മെന്റ്? എങ്ങനെയായിരിക്കും? യൂണി ഡയറക്ഷണൽ. അത് അണ്ടർലൈൻ ചെയ്തേ. യൂണി ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റ ഡയറക്ഷനിലേക്ക്. എന്താണ് യൂണി ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ? ഒറ്റ ഡയറക്ഷനിലേക്ക്. എങ്ങനെയാ നമ്മൾ ആദ്യം ചെല്ലും, രജിസ്ട്രേഷൻ, ഫ്രണ്ട് ഓഫീസിൽ ചെല്ലുന്നു, രജിസ്ട്രേഷൻ, നേരെ എന്ത് ചെയ്യുന്നു? OPDയിലേക്ക് വരുന്നു, കൺസൾട്ടേഷൻ അല്ലെ? ഫ്രണ്ട് ഓഫീസിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യും. ആദ്യം അതല്ലേ നമ്മൾ ചീട്ട് എടുക്കല്ലേ ചെയ്യുന്നത്? രജിസ്ട്രേഷൻ ചെയ്യും, എന്നിട്ട് നമ്മൾ വന്നിട്ട് കൺസൾട്ട് ചെയ്യും അല്ലെ? ഡോക്ടറിനെ കാണും, എന്നിട്ട് ഡോക്ടർ മരുന്നുകൾ എഴുതും, നമ്മളത് നേരെ ഫാർമസിയിൽ നിന്ന് മെഡിസിൻസ് കളക്ട് ചെയ്യും, അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോകും അല്ലെ? അത്രയല്ലേ ഉള്ളൂ. അതാണ് യൂണി ഡയറക്ഷൻ. ഒറ്റ ഡയറക്ഷനിലേക്കാ. അതായത് പിന്നെ നമ്മൾ അവിടെ അഡ്മിറ്റ് ആവുമോ അല്ലെങ്കിൽ വീണ്ടും തിരിച്ച് ഡോക്ടറിനെ കാണുമോ അങ്ങനെ വന്നില്ല. ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രമാണ്. എങ്ങനെയാ? രജിസ്ട്രേഷൻ, കൺസൾട്ടേഷൻ, ഫാർമസി, മരുന്നുകൾ മേടിച്ചിട്ട് വീട്ടിലേക്ക് പോകും. അതാണ് ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രമാണ് മൂവ്മെന്റ്സ്. അവിടെ തിരിച്ചു വരുന്നില്ല എന്ന് മനസ്സിലായോ? എന്താണ് ആ യൂണി ഡയറക്ഷൻ എന്ന് പറയുന്നത്? ക്ലിയർ ആയോ? എന്താണ് ഇന്ന് ആർക്കും ഒരു ചെടി ഇല്ലാതെ നിൽക്കുന്നേ? സാറ്റർഡേ ആയതുകൊണ്ടാണോ? ഒരു തമ്പൊന്നും കാണുന്നില്ലല്ലോ. എന്ത് വെച്ചാൽ ഉറക്കം വന്നുണ്ടാ? ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിട്ട് ഉറക്കം വന്നുണ്ടോ? നമ്മുടെ എല്ലാ ദിവസവും കയറുന്ന സ്ഥിര കുട്ടികളൊക്കെ ഉണ്ടല്ലോ അല്ലെ? അഖിലേനെ കണ്ടു, സുജിതേനെ കണ്ടു, നീട്ടു, മുഹമ്മദ്. സാധാരണ ഞാനൊന്ന് നോക്കിയതാണ്. ക്രിസ്റ്റി, ഇതൊക്കെ സാധാരണ കയറുന്ന കുട്ടികളുണ്ട്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഇനി പിള്ളേരൊക്കെ വീട്ടിലിരിക്കണോണ്ടാണോ? എന്ത് പറ്റി? അല്ലെങ്കിൽ അവരുടെ അടുത്തുണ്ടോ ക്ലാസ്സില്? നോമ്പായതുകൊണ്ടാണ് ആയിഷ? അതിന്റെ ഒരു ക്ഷീണമായിരിക്കും അല്ലെ? നോമ്പിന്റെ ഒരു ക്ഷീണമായിരിക്കും. സാരില്ല, എന്തായാലും നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അല്ലെ? നിങ്ങളുടെ ഒരു ഒരു സമർപ്പണം, നിങ്ങളുടെ ഒരു ത്യാഗം, അതൊക്കെയല്ലേ നോമ്പെടുക്കണേ? ത്യാഗത്തിന്റെ ഒക്കെ ആയിട്ട് ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും എല്ലാ കാര്യങ്ങളും ഭക്ഷണമൊക്കെ ഉപവസിച്ച് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. നോമ്പെടുക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ നമ്മൾ പെട്ടെന്ന് കഴിക്കാതിരിക്കുമ്പോ ഒരു ക്ഷീണം ഉണ്ടാവും. ഓക്കെ, ബാക്കിയുള്ള പിള്ളേരൊക്കെ എന്ത് ചെയ്യും? ഇവിടെ ഇല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ലൊക്കേഷൻ ആണ്. ഉണ്ട് ടബ് വന്നു ഉണ്ട്. ഞാൻ ഓർത്ത് ഇതിവിടെ ഓണാക്കി വെച്ചോണ്ട് ജസ്റ്റ് പോയൊന്ന്. ഓക്കെ, എന്തായാലും കുറച്ചു നേരത്തേക്ക് നമുക്ക് ക്ലാസ്സിലിരിക്കാം.
അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ജോലിയൊക്കെ ചെയ്യാം കേട്ടോ. വൈകുന്നേരം ചായയുടെ പരിപാടി ഇതൊക്കെ പിള്ളേരുള്ളത് കൊണ്ട് ചിലപ്പോ കുറച്ചൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുമായിരിക്കും അല്ലെ. അത് കുഴപ്പമില്ല. എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും. പിന്നെ എന്താണ് IPD ഡയഗ്നോസ്റ്റിക് തെറാപ്യൂട്ടിക് ഫെസിലിറ്റി അതൊക്കെ ആയിട്ട് ഏരിയ ഷെയർ ചെയ്യണം. പിന്നെ ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രമേ ഉള്ളൂ അവിടെ. അതായത് രജിസ്ട്രേഷൻ, അവിടെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു, ഫാർമസിയിൽ നിന്ന് മരുന്ന് മേടിക്കുന്നു, തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അതാണ് ഒറ്റ ഡയറക്ഷനിലേക്കേ ഉള്ളൂ. Then the scope of expansion, അവിടെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് വേണമെന്ന്. പിന്നീട് അത് എന്തെങ്കിലും വികസിപ്പിക്കാനുള്ള ഒരു ചാൻസ്, ഒരു സ്കോപ്പും കൂടി വേണം. നമ്മുടെ ഹോസ്പിറ്റലൊക്കെ വലുതാവണതിനനുസരിച്ച് അതൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടി വേണം. അപ്പൊ അത്രയുമാണ് ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. Which of the following is correct related to the location of OPD? ഒന്ന് ചോദിക്കാം. ഗ്രൗണ്ട് ഫ്ലോറിൽ IPD ഡയഗ്നോസ്റ്റിക് തെറാപ്യൂട്ടിക് ഫെസിലിറ്റി ഒക്കെ ആയിട്ട് ഏരിയ ഷെയർ ചെയ്യണം. പിന്നെ യൂണി ഡയറക്ഷൻ ഓഫ് ഫ്ലോ, സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ. ഇനി അടുത്തൊരു ടേബിൾ ആണ്, എളുപ്പമാണ്. ടേബിൾ മാത്രം പഠിച്ചാൽ മതി നിങ്ങൾ കേട്ടോ. ഏരിയ ഓഫ് OPD, OPDയുടെ ഏരിയകൾ ഏതൊക്കെയാണെന്ന്. പേഷ്യന്റ് ഏരിയ ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ഉണ്ട്, ക്ലിനിക്കൽ ഏരിയ ഉണ്ട്. OPDയിലെ ഏരിയാസ് ആണ് പറയുന്നത് കേട്ടോ. ഏരിയാസ് ഓഫ് OPD. അപ്പൊ OPDയിലുള്ള ഏരിയകളെ നമ്മൾ പേഷ്യന്റ് ഏരിയ എന്നും അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്നും ക്ലിനിക്കൽ ഏരിയ എന്നും തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാം, പേഷ്യന്റ് ഏരിയയിൽ വരുന്നത് ഏത്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ ഉൾപ്പെടുന്നത് ഏത്, ക്ലിനിക്കൽ ഏരിയയിൽ വരുന്നത് ഏത്, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ട് അത് ഏത് ഏരിയയിലാണ് വന്നതെന്ന് ചോദിക്കാം. വേറെ ഒന്നുമില്ല, നിങ്ങൾ ആ ടേബിൾ ഒന്ന് വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. പേഷ്യന്റ് ഏരിയയിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാന്ന് നോക്കി. എന്തൊക്കെയാണ്? ഒന്നാമത്തെ എൻട്രൻസ്, നമ്മൾ ചെല്ലുന്നില്ലേ എൻട്രൻസ്. പിന്നെ റിസപ്ഷൻ, OPDയിലെ പേഷ്യന്റ് ഏരിയയിൽ തന്നെയാണ് റിസപ്ഷൻ. അതിന്റെ താഴെ നോക്കിയ രജിസ്ട്രേഷൻ, റെക്കോർഡുകളൊക്കെ സൂക്ഷിക്കുന്ന റെക്കോർഡ് റൂം, വെയിറ്റിംഗ് ഏരിയ, പേഷ്യൻസിനൊക്കെ ഇരിക്കാനുള്ള വെയിറ്റ് ചെയ്യാനുള്ള ഏരിയ, സ്നാക്ക് ബാർ, ATM മെഷീൻ എക്സെട്ര. ഇതെല്ലാം OPDയിലെ പേഷ്യന്റ് ഏരിയയിൽ വരുന്ന കാര്യങ്ങളാണ്. എളുപ്പമില്ലേ പഠിക്കാൻ? ഒത്തിരി വലിയ വാരി വലിച്ചൊന്നും പഠിക്കണ്ട. അതിൽ വരുന്ന ഏതൊക്കെയാന്ന് മാത്രം നോക്കി വെക്കുക കേട്ടോ. ഇനിയിപ്പോ റിസപ്ഷൻ എന്ന് പറഞ്ഞ ഏത് ഏരിയയിൽ വരുന്നതാണ്. വെയിറ്റിംഗ് ഏരിയ എന്ന് പറയുന്നതൊക്കെ ഇതിൽ വരുന്നതാണ്. അപ്പൊ പേഷ്യന്റ് ഏരിയയിൽ വരുന്ന കാര്യങ്ങൾ ഒന്ന് ഓർത്ത് നോക്കിയേ. എൻട്രൻസ് ഉണ്ട്, റിസപ്ഷൻ ഉണ്ട്, രജിസ്ട്രേഷൻ ഉണ്ട്, റെക്കോർഡ് റൂം ഉണ്ട്, വെയിറ്റിംഗ് ഏരിയ പേഷ്യൻസിന് വെയിറ്റ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്, സ്നാക്ക് ബാർ ഉണ്ട്, ATM മെഷീൻ ഉണ്ട്. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, ഭരണപരമായിട്ടുള്ള ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ഏതൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റർ ഓഫീസ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഓഫീസ് ഉണ്ട്. പബ്ലിക് റിലേഷൻ ഓഫീസ്, PRO ഇല്ലേ, PRO ഇരിക്കുന്ന ഓഫീസ്, പബ്ലിക് റിലേഷൻ ഓഫീസ് ഉണ്ട്. അക്കൗണ്ട്സുകളുടെ ഇതുണ്ട്, ബില്ലിംഗ് സെക്ഷൻ ഉണ്ട്, സെക്യൂരിറ്റി, ട്രാൻസ്പോർട്ട്, സ്റ്റോർ റൂം. ഇതെല്ലാവരും അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ വരുന്നതാണ്. ജസ്റ്റ് പേരുകൾ മാത്രം നോക്കിയാൽ മതി കേട്ടോ. അഡ്മിനിസ്ട്രേറ്റർ ഓഫീസ്, പബ്ലിക് റിലേഷൻ ഓഫീസ്, അക്കൗണ്ട്സ്, ബില്ലിംഗ്, സെക്യൂരിറ്റി, ട്രാൻസ്പോർട്ട്, സ്റ്റോർ റൂം. ഇനി അടുത്തതാണ് മൂന്നാമത്തെ ക്ലിനിക്കൽ ഏരിയ ആണ്. ഓക്കെ, കൺസൾട്ടേഷൻ. ഡോക്ടറിനെ നമ്മൾ കൺസൾട്ട് ചെയ്യൂലേ, അത് കൺസൾട്ടേഷൻ ഏരിയ. ക്ലിനിക്കൽ ഏരിയയിൽ വരിക ചികിത്സാ സംബന്ധമായിട്ടുള്ള ഏരിയ. കൺസൾട്ടേഷൻ ഉണ്ട്, എക്സാമിനേഷൻ റൂം, എക്സാമിൻ ചെയ്യാൻ നമുക്ക് വേണ്ട ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവര് എക്സാം പരിശോധിക്കുന്ന റൂം. ഡ്രസ്സിംഗ് റൂം ഉണ്ട്, പിന്നെ ഫിസിയോതെറാപ്പി, ബ്ലഡ് ബാങ്ക്, റേഡിയോളജി. ഇതെല്ലാം ഏരിയയിൽ വരുന്നതാണ്, ക്ലിനിക്കൽ ഏരിയയിൽ വരുന്ന. എളുപ്പമല്ലേ നോക്കിയേ? ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്ന കൺസൾട്ടേഷൻ, പിന്നെ എക്സാമിനേഷൻ പരിശോധിക്കുന്നത് എക്സാമിനേഷൻ റൂം ഉണ്ട്, പിന്നെ ഡ്രസ്സിംഗ് റൂം ഉണ്ട്, ഫിസിയോതെറാപ്പി, ബ്ലഡ് ബാങ്ക്, റേഡിയോളജി. ഓക്കെ, ഇമേജിംഗ് ടെക്നോളജി, റേഡിയോളജി, ആ ഒരു സെക്ഷനൊക്കെ ക്ലിനിക്കൽ ഏരിയയിൽ വരിക. ഏതിന്റെ OPDയുടെ ക്ലിനിക്കൽ ഏരിയാസിൽ വരുന്നത്. ക്ലിയർ ആയോ എന്നൊക്കെ? 3 ഏരിയകളായിട്ട് തിരിച്ചിട്ടുണ്ട്. പേഷ്യന്റ് ഏരിയ ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ഉണ്ട്, ക്ലിനിക്കൽ ഏരിയയും ഉണ്ട്. ക്ലിയർ അല്ലേ? ടേബിൾ അങ്ങനെ തന്നെ നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾ അതിൽ വരുന്നത് ഏത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ട് അത് ഏത് ഏരിയയിൽ വരുന്നതാണെന്നും തിരിച്ചും ചോദിക്കാം. ഓക്കെ ആണോ? അഖില, സുചിത, നീതു? യെസ്.
അടുത്ത് നോക്കിയേ, നിങ്ങളുടെ തമ്പ് കണ്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമം. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണോ ഈ തമ്പിടാത്തതെന്നാണോ എന്റെ ഒരു ചിന്ത. ഓക്കെ, പ്രശ്നമില്ല. 1-2 പേരെ കിട്ടുകഴിഞ്ഞാൽ ഓക്കെയാണ്. ഇനി അടുത്ത് നോക്കിയേ, ഫ്ലോ പാറ്റേൺ ഓഫ് ക്ലയൻസ് ഇൻ OPD. ഇനി എല്ലാവരും പോയിട്ടില്ലേ OPD-യില്? ഒന്ന് നമ്മൾ ചോദിക്കട്ടെ, ആരെങ്കിലും OPD-യിൽ പോകാത്തവരുണ്ടാവും? ഇല്ലല്ലോ അല്ലെ? നമ്മളെല്ലാവരും പോയിട്ടുണ്ട്. ഒരിക്കലെങ്കിലും ഒന്ന് ഡോക്ടറിനെ കാണാനായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോവാത്തവരില്ല അല്ലെ? OPD-യിൽ ആ പേഷ്യൻസിന്റെ, ആ ക്ലയൻസ് അല്ലെ പേഷ്യൻസിന്റെ ഫ്ലോ എങ്ങനെയാണ് അവിടെ ആ ഒരു ഓർഡർ നോക്കി. ആദ്യം നമ്മൾ എന്താണ് എൻക്വയറി. ഇപ്പൊ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നമുക്ക് അന്വേഷണം, അതിലേക്ക് നമ്മൾ ആദ്യം ചെല്ലുന്നത്. ഇപ്പൊ നമുക്ക് ഫെയിലിയർ ആയിട്ടുള്ള എപ്പോഴും പോണ ഹോസ്പിറ്റലാണെങ്കിൽ നമുക്ക് വലിയ എൻക്വയറിയുടെ ആവശ്യമില്ല. നമുക്കറിയാം ഓരോന്നും ഇങ്ങനെയാണെന്നൊക്കെ അറിയാം. ഇവിടെയാണ്, അവിടെയാണ്, ഡിപ്പാർട്ട്മെന്റ് അവിടെയാണ്, ഇവിടെ രജിസ്ട്രേഷൻ ഇങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം. അപ്പൊ അന്വേഷണം, എൻക്വയറി കണ്ടിട്ടില്ലേ? ഹോസ്പിറ്റലില് നമ്മൾ ചെല്ലുമ്പോ തന്നെ എൻക്വയറി എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട് അവിടെ. നമുക്ക് എന്തെങ്കിലും അന്വേഷണമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കാം അല്ലെ? നമുക്കറിയില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ അവിടെ ആരാണ് അല്ലെങ്കിൽ ഏതാണ് സ്പെഷ്യൽ, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും എൻക്വയറി, അന്വേഷണമാണ്. അപ്പൊ ആദ്യം ഫ്ലോ പാറ്റേണിൽ നമ്മൾ പറയുന്ന ഒരു പേഷ്യന്റ് ആദ്യം ചെല്ലുമ്പോൾ ഇങ്ങോട്ട് പോകും എൻക്വയറി, അന്വേഷണ വിഭാഗത്തിലേക്ക് പോകുന്നത്. ദെൻ അതിനുശേഷം എന്ത് ചെയ്യുന്നു? രജിസ്ട്രേഷൻ. നമ്മൾ ചീറ്റ് എടുക്കണം അല്ലെ? രജിസ്റ്റർ ചെയ്യണം. നമ്മളുടെ ചീറ്റ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? തിരിച്ച് നമ്മൾ വെയിറ്റിംഗ് ഹാളിലേക്ക് വരും. നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം. പിന്നെ ഡോക്ടറിനെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യണം. ചീട്ടൊക്കെ എടുത്തിട്ട് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുന്നു? കൺസൾട്ടേഷൻ റൂം. നമ്മൾ കൺസൾട്ടേഷൻ റൂമിലേക്ക് പോകും ഡോക്ടറിന്. പിന്നെ അവിടെ നിന്ന് ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസ്. ഇനി എന്തെങ്കിലും നമുക്ക് രോഗങ്ങൾ നിർണ്ണയിക്കുന്നത്, എക്സ്റേയോ സ്കാനിങ്ങോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസ് അങ്ങനെ പോകും. ലബോറട്ടറിയിലെയോ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി ഇമേജിംഗ് സെന്റേഴ്സിലൊക്കെ അങ്ങനെ പോകാം. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫാർമസിയിലേക്ക് വരും, മരുന്നുകൾ മേടിക്കും, എന്നിട്ട് പുറത്തേക്ക് പോകും. അപ്പൊ ഒരു ഫ്ലോ ആണ് പറഞ്ഞേക്കുന്നത്. ഇതിന്റെ ഓർഡർ ചോദിക്കാം വേണമെങ്കിൽ, അത് തെറ്റിച്ചു തരാൻ വേണമെങ്കിൽ. ആദ്യം വേണമെങ്കിൽ നമ്മൾ എന്താ പറയാ, നമ്മുടെ ഇത് ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് പഠിക്കണം കേട്ടോ. അതായത് വേണമെങ്കിൽ ആദ്യം രജിസ്ട്രേഷൻ തന്ന് രണ്ടാമത്തെ എൻക്വയറി തന്നാലും നമ്മൾ പഠിക്കുന്നത് ആദ്യം എൻക്വയറിയാണ്. ഓക്കെ, തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. ആദ്യം എന്താണ്, നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യണേക്കായി മുന്നേ നമ്മൾ ഒരു അന്വേഷണം, ഒന്നും അറിയില്ലാത്തവരാണെങ്കിൽ പ്രത്യേകിച്ച് എൻക്വയറിയിൽ നമ്മളൊന്ന് ചെന്ന് ഇത് ചോദിച്ചിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെന്നാ? ആ ഫ്ലോ പാറ്റേൺ എവിടെന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? എൻക്വയറിയിലാണ്. എൻക്വയറി, രജിസ്ട്രേഷൻ, വെയിറ്റിംഗ് ഹാള്, കൺസൾട്ടേഷൻ റൂം, അവിടെ നിന്ന് ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റിയിലേക്ക്, പിന്നെ മരുന്ന് മേടിക്കണം നമുക്ക് അല്ലെ? ആ മരുന്ന് മേടിക്കാൻ എങ്ങോട്ട് പോകണം? ഫാർമസിയിലേക്ക് പോകണം. എക്സിറ്റ്. ക്ലിയർ ആണോ എന്ന് നോക്കിയാൽ ഫ്ലോ പാറ്റേൺ. ഓക്കെ, ഇനി അടുത്തത് തന്നേക്കണ എക്യുപ്മെന്റ്സ് ആണ്. നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട് അവിടെ. നിങ്ങൾക്ക് മെഡിക്കൽ എക്യുപ്മെന്റ്സ് 40-40ഓളം എക്യുപ്മെന്റ്സ് ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. എന്നാലും ഇവിടെ കുറച്ച് എക്യുപ്മെന്റ്സുകൾ നമുക്ക് പരിചയപ്പെടണം. OPD പഠിക്കുമ്പോൾ എന്തായാലും നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് എക്യുപ്മെന്റ്സ് ആണ്. നോക്കി, ഒന്നാമത്തെ എക്യുപ്മെന്റ്സിലെ 4 സെക്ഷനായിട്ട് അവിടെ തിരിച്ചേക്കുന്നത്. ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സ്, രോഗം നിർണ്ണയിക്കാനുള്ള എക്യുപ്മെന്റ്സ്, തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ്സ്, മോണിറ്ററിംഗ് ചെയ്യാനായിട്ട് ഇൻസ്ട്രുമെന്റ്സ്, ഉപകരണങ്ങൾ, അങ്ങനെ 4 സെക്ഷനായിട്ടാണ്. എങ്കിലും എക്യുപ്മെന്റ്സ് മൊത്തത്തിൽ നമ്മൾ പറയുകയാണ് OPD-യുമായി ബന്ധപ്പെട്ട്. ഒന്നാമത്തെ ഡയഗ്നോസ്റ്റിക്കിൽ വരുന്നതാണ് BP അപ്പാരറ്റസ്. BP എന്താ? ബ്ലഡ് പ്രഷർ. നമ്മൾ BP നോക്കൂലേ ഡോക്ടർ ചെല്ലുമ്പോഴൊക്കെ? നേഴ്സ് നമ്മൾ ആദ്യം തന്നെ BP ഒന്ന് ചെക്ക് ചെയ്യും അല്ലെ? ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് അറിയാലോ. BP നോക്കാനായിട്ട് നോർമൽ ആണോ, BP ഹൈ ആണോ, BP കുറവാണോ, എന്തായാലും അതൊരു എക്യുപ്മെന്റ് ആണ്. ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റിൽ വരുന്നതാണ് BP അപ്പാരറ്റസ്. അടുത്തതാണ് എൻഡോസ്കോപ്പ്. എൻഡോസ്കോപ്പ് കേട്ടിട്ടുണ്ടാവും അല്ലെ? എൻഡോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? എൻഡോസ്കോപ്പി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് എൻഡോസ്കോപ്പ് എന്ന് പറയുന്നത്. ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇവിടെ? എൻഡോസ്കോപ്പി ചെയ്തിട്ടുണ്ടോ? എന്താ എൻഡോസ്കോപ്പി ചെയ്തിട്ടുണ്ടോ? നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ചെയ്തിട്ടില്ല കേട്ടോ, ചെയ്തിട്ടില്ല. ചെയ്യാൻ
അവസ്ഥ വരുന്നത്. എന്താ പറയാ, ചെയ്യണ്ട എന്നാണ് നമ്മുടെ ആഗ്രഹം. വേറെ അസുഖങ്ങളൊന്നും വരാതിരിക്കട്ടെ എല്ലാവർക്കും. ഞാനെങ്കിലും വെറുതെ ചോദിച്ചിട്ടുണ്ടോ, ആരെങ്കിലും ആ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചെന്നുള്ളൂ. ഓക്കെ, എന്തായാലും ഇനി ചെയ്യാനുള്ള ഇടവരത്തല്ലേ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. നോക്കി, എൻഡോസ്കോപ്പി, എൻഡോസ്കോപ്പ് എന്ന് പറയുന്നത് എൻഡോസ്കോപ്പി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എൻഡോസ്കോപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, വയറിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഉൾഭാഗം പരിശോധിക്കാൻ. അപ്പൊ നമ്മൾ എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പൺ സർജറി ചെയ്യണ്ട. പണ്ടെന്ന് പറഞ്ഞാൽ വയറ് ഫുള്ള് ഓപ്പൺ സർജറി നമ്മൾ കീറി മൊത്തം ചെയ്യണം. ഇപ്പെന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ് അല്ലെ, മിനിമലി ഇൻവാസീവ്, നമുക്ക് അധികം ആക്രമണാത്മകമല്ലാത്തത്. വലിയ മുറിവോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുമോ? ഇല്ല അല്ലെ. ഒരു ട്യൂബാണ്, ലൈറ്റിംഗ് ക്യാമറയൊക്കെ ഉള്ള ട്യൂബ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ട്യൂബാണ്. അതൊന്നിൽ വായുവിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ അകത്തേക്ക് എൻഡോസ്കോപ്പ് അകത്തേക്ക് ഇടുക ചെയ്യുന്നത് അല്ലെ. എന്നിട്ട് നമ്മൾ ഉൾഭാഗം പരിശോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത്. അങ്ങനെ ഉൾഭാഗം പരിശോധിക്കുന്നതാണ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓപ്പൺ സർജറി അല്ല, മനസ്സിലായോ? ഓപ്പൺ സർജറി അല്ല. ഒരു ട്യൂബ്, നമ്മുടെ ട്യൂബ് ലൈറ്റിംഗ് ക്യാമറയൊക്കെ ഉണ്ടാവും, നേരെ വയറിലൂടെ കടത്തിയിട്ടിട്ട് നമ്മുടെ വയറിന്റെ ഉൾഭാഗം പരിശോധിക്കാം. അപ്പൊ നേരെ സ്ക്രീനില് ഡോക്ടറിന് അത് മോണിറ്റർ ചെയ്യാൻ പറ്റും. നേരിട്ട് പണ്ടത്തെ പോലെ എന്താ പറയാ, നമുക്ക് എളുപ്പമുണ്ട്, അത്രയും വേദന കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഉണ്ടാവും, വലിയ മുറിവൊന്നും വരില്ല, അധികം റെസ്റ്റ് കാര്യങ്ങൾ വേണ്ട, പെട്ടെന്ന് ഇതായിക്കോളും. അപ്പൊ അങ്ങനെ ചെയ്യുന്നതാണ് എൻഡോസ്കോപ്പി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്. ഇനി അടുത്ത ജസ്റ്റ് ഞാനൊന്ന് പറയണമെന്നുള്ളൂ കേട്ടോ. ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ എന്താണെന്നൊന്ന് മനസ്സിലാക്കണ്ടേന്ന് വെച്ചിട്ട്. പിന്നെ നമ്മുടെ മെഡിക്കൽ എക്യുപ്മെന്റ്സിൽ കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ ഡീറ്റെയിൽ നിങ്ങൾ പഠിക്കേണ്ട അവിടെ. എങ്കിലും നമ്മള് ജസ്റ്റ് ഒന്ന് പറയണമെന്നുള്ളൂ. പറയണോ? പറയാല്ലേ. ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ. ഇതിൽ നിന്ന് നമ്മൾ ആ എക്യുപ്മെന്റ്സുകളോ പേരുകൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. ഇതിൽ നിന്നൊന്നും ഈ ഒരു ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് അങ്ങനെ ചോദിക്കില്ല. പിന്നെ മെഡിക്കൽ എക്യുപ്മെന്റ്സിന് നിങ്ങൾ അവിടെ പഠിക്കേണ്ട. അപ്പൊ അത് ഓരോന്നിനും ഉപയോഗിക്കുന്ന ഏതാണെന്നൊക്കെ ആ ചാപ്റ്റർ ബേസിൽ നിങ്ങൾ പഠിക്കണം. അവിടെ നിങ്ങൾ പഠിക്കേണ്ട വരും കേട്ടോ. എന്തായാലും ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്തതാണ് പോർട്ടബിൾ എക്സ്റേ എന്ന് പറയുന്നത്. എക്സ്റേ എടുത്തിട്ടുണ്ടോ? ആർക്കെങ്കിലും ഒക്കെ എക്സ്റേ എടുത്തിട്ടുണ്ടോ? എക്സ്റേ എടുത്തിട്ടുണ്ട് അല്ലെ. നമ്മുടെ കയ്യോ കാലോ ഒക്കെ വെള്ള വീണ് ഒക്കെ ഒടിഞ്ഞ് വല്ല ഇതായി കഴിഞ്ഞാൽ വല്ല നീരൊക്കെ വന്നാൽ നമുക്ക് പൊട്ടുണ്ടോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടെങ്കിൽ പുറമേന്ന് നോക്കാൻ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യും? എക്സ്റേ എടുക്കാൻ പറയും ഡോക്ടറെ എന്നിട്ട്. അപ്പൊ എന്താ, അത് വേദനയൊന്നും ഇല്ലല്ലോ അല്ലെ? എക്സ്റേ എടുത്തവരുണ്ടാ? വേദനയൊന്നുമില്ല. ജസ്റ്റ് ഒരു ലൈറ്റ്, നമുക്ക് ഏത് ഭാഗത്തിന്റെ എക്സ്റേ ആണോ എടുക്കുന്നത് അത് നമ്മളൊരു ഇതിനകത്ത് വെച്ച് ഒരു പ്ലെയിൻ സർഫസിൽ നമ്മുടെ അത് വെച്ച് കഴിയുമ്പോൾ ഒരു ലൈറ്റ് ഇങ്ങനെ ജസ്റ്റ് പാസ് ചെയ്യുള്ളൂ അല്ലെ. അപ്പൊ നമ്മുടെ ബോൺസിന്റെ ഒക്കെ കാര്യത്തിലാണ് പ്രത്യേകിച്ച് എക്സ്റേ എടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്സ്റേ. പോർട്ടബിൾ എക്സ്റേ എന്ന് പറഞ്ഞാല് അത് കൊണ്ട് സഞ്ചരിക്കാൻ പറ്റുന്ന, ചലിപ്പിക്കാൻ, അതായത് നമ്മള് അങ്ങോട്ട് പോകണമെന്നില്ല. ഇപ്പൊ നമ്മൾ കിടക്കുവാണ്, നമ്മളുടെ അടുത്തേക്ക് അത് കൊണ്ടുവരാം. ആ മെഷീൻ ഉന്തിക്കൊണ്ട് വരാൻ പറ്റും, എക്സ്റേ മെഷീൻ കൊണ്ടുവരാൻ പറ്റും. അതാണ് പോർട്ടബിൾ എന്ന് പറയുന്നത് കേട്ടോ. കൊണ്ട് നടക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോ എക്സ്റേ എടുക്കണമെങ്കിൽ ആ റേഡിയോളജി ആ എക്സ്റേ റൂമിലേക്ക് നമ്മൾ പോകണം അല്ലെ, എക്സ്റേ റൂമിലേക്ക് പോകേണ്ട വരും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഈ എക്സ്റേ മെഷീൻ പേഷ്യന്റിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് തന്നെ എക്സ്റേ എടുക്കാൻ പറ്റും. കൊണ്ട് നടക്കാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ അവർക്ക് എക്സ്റേ എടുക്കണമെങ്കിൽ നമുക്ക് അടുത്തേക്ക് കൊണ്ടുവരാം. അതാണ് പോർട്ടബിൾ എക്സ്റേ എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് പോർട്ടബിൾ USG. USG എന്ന് പറഞ്ഞാൽ അൾട്രാസൗണ്ട് സോണോഗ്രഫി ആണ്. അറിയില്ലാത്തവരൊന്ന് എഴുതി വെച്ചോ കേട്ടോ. അൾട്രാസൗണ്ട് സോണോഗ്രഫി, ULTRASOUND, അൾട്രാസൗണ്ട് സോണോഗ്രഫി, SONOGRAPHY. അതും ഇതുപോലെ പോർട്ടബിൾ ആണ്, കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. പേഷ്യന്റിന്റെ അടുത്തേക്കൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. എന്ന് വെച്ചാൽ പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും, നമുക്ക് സ്കാൻ ചെയ്യാറില്ലേ. അപ്പൊ അത് അൾട്രാസൗണ്ട് സ്കാൻ ആണ്. അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചിനൊന്നും ഒരു പ്രശ്നമില്ല, അത് സേഫ് ആണ്. ഏറ്റവും നിങ്ങൾക്ക് റേഡിയോളജി എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കാണ്ട്, അതിൽ നിങ്ങൾ അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI അതൊക്കെ അവിടെ പഠിക്കണ്ട് കേട്ടോ. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഈ USG എന്ന് പറഞ്ഞാൽ എന്താണ്, അൾട്രാസൗണ്ട് സോണോഗ്രഫി ആണ്, സ്കാനിങ് ആണത്.
അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ളതാണ്. എന്നുവെച്ചാൽ കുട്ടിക്ക് ഒരു ദോഷമൊന്നും ഉണ്ടാവാൻ പാടില്ലോ. നമ്മളിപ്പോ പ്രഗ്നന്റ് ആണോ 1-2 മാസം കഴിയുമ്പോഴത്തേക്കും നമ്മളോട് എന്താണ് സ്കാൻ ചെയ്യാൻ പറയും. അപ്പൊ കുട്ടിക്ക് അതാന്ന് വെച്ചാൽ അവിടെ സൗണ്ട് വേവ്സ് ഉപയോഗിച്ച, അതാണ് അൾട്രാസൗണ്ട്. അൾട്രാസൗണ്ട് ഉപയോഗിച്ചിട്ടാ ചെയ്യുന്നത്, അല്ലാതെ വേറെ റേഡിയേഷൻസും കാര്യങ്ങളും ഒന്നും ഇല്ല അവിടെ. അപ്പൊ വളരെ സേഫസ്റ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് നമ്മുടെ ആ ഇപ്പൊ പ്രത്യേകിച്ച് ലേഡീസ് പ്രഗ്നന്റ് ആകുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് USG. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോട്ട് ചെയ്തോ, അൾട്രാസൗണ്ട് സോണോഗ്രഫി. എല്ലാവരും എഴുതിയോ? അൾട്രാസൗണ്ട് സോണോഗ്രഫി, SONOGRAPHY. അൾട്രാസൗണ്ട് സോണോഗ്രഫി. ഇനി അടുത്തതാണ് എക്കോ, ECHO, എക്കോ. എക്കോ കാർഡിയോഗ്രാം. എഴുതി വെച്ചോട്ടോ, ഫുള്ളായിട്ട് പറയാണ്. എക്കോ കാർഡിയോഗ്രാം എന്നാണ്. എക്കോ കാർഡിയോഗ്രാം. എക്കോ കാർഡിയോഗ്രാം, ECOCARDIOGRAM, കാർഡിയോ, CARDIOGRAM, ECOCARDIOGRAM, എക്കോ കാർഡിയോഗ്രാം. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? അൾട്രാസൗണ്ട് ഇമേജിംഗ് ടെസ്റ്റ് ആണ്. നമ്മുടെ എന്താ പറയാ, എക്കോ എടുക്കാന്ന് പറയാം ഹൃദയത്തിന്റെ. അതായത് നമ്മള് അൾട്രാസൗണ്ട് തന്നെയാണ്, നമ്മൾ ഉയർന്ന ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ ഘടനയും പ്രവർത്തനങ്ങളും പരിശോധിക്കുന്നതിനുള്ള ഒരു രോഗനിർണയ രീതിയാണ്. അതായത് ആ ഹൃദയത്തിന്റെ ആ തത്സമയ ദൃശ്യപരമായിട്ടുള്ള വിലയിരുത്തലാണ് ഇത് എക്കോ എന്ന് പറയുന്നത്. അപ്പൊ ആ ഹൃദയത്തിന്റെ ആ ഒരു എങ്ങനെയാണ് ഘടന, ഒക്കെ ഘടനയും പ്രവർത്തനങ്ങളും, ഹാർട്ടിന്റെ പ്രവർത്തനങ്ങളും ഘടന ഇതൊക്കെ നോക്കുന്ന ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു രോഗനിർണയ രീതിയാണ് എക്കോ എന്ന് പറയുന്നത്. ECHO. എക്കോ എടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും? അൾട്രാസൗണ്ട് ഉയർന്ന ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ ഹൃദയത്തിന്റെ ഘടനയും പ്രവർത്തനങ്ങളും പരിശോധിക്കുന്ന സുരക്ഷിതമായ ഒരു രീതിയാണ് എക്കോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് നെബുലൈസ്. ഇനി തെറാപ്യൂട്ടിക് തെറാപ്യൂട്ടിക്കിൽ വരുന്നതാണ് കേട്ടോ. എന്താണ്? ആദ്യത്തെ രോഗനിർണയമാണ്. ഇത് ചികിത്സാ സംബന്ധമായിട്ടുള്ളത്, ട്രീറ്റ്മെന്റിന്റെ ഭാഗം. തെറാപ്യൂട്ടിക് എന്ന് പറയുന്നത് ആദ്യത്തെ നമ്മൾ രോഗങ്ങൾ ഉണ്ടോ രോഗനിർണയം നടത്താനാണ്. ഇത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്, എക്യുപ്മെന്റ്സ് ആണ്. ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയുള്ള എക്യുപ്മെന്റ് ആണ് ഈ പറഞ്ഞേക്കുന്നത്. BP അപ്പാരറ്റസ്, എൻഡോസ്കോപ്പ്, പോർട്ടബിൾ എക്സ്റേ, പോർട്ടബിൾ USG, എക്കോ എന്ന് പറയുന്നത്. ഇനി തെറാപ്യൂട്ടിക് ചികിത്സാ സംബന്ധമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒന്നാമത്തെയാണ് നെബുലൈസർ. എന്താ? നെബുലൈസ് ചെയ്യാൻ, ആവി വലിക്കാൻ. ഈ നമുക്ക് ശ്വാസമുട്ടും ഇതൊക്കെ ആവുമ്പോ നെബുലൈസ് ചെയ്യാറില്ലേ? അല്ലെ? നെബുലൈസർ വലിക്കാൻ ഇങ്ങനെ ഇതൊക്കെ പ്ലഗ് കുത്തിയിട്ട് അതിനകത്ത് മരുന്ന് ലിക്വിഡ് ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ ശരിക്കും നെബുലൈസ് ചെയ്യും, ആവി വലിപ്പിക്കും അല്ലെ? നെബുലൈസർ. ഇനി അടുത്തതാണ് ലാറിംഗോസ്കോപ്പ്. അത് നിങ്ങൾക്ക് അവിടെ പഠിക്കാനായിട്ട് കേട്ടോ, ലാറിംഗോസ്കോപ്പ് എന്ന് പറയുന്നത്. അതായത് ഇതൊരു മെഡിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. വ്യൂ ദ വോക്കൽ കോഡ്സ് ആൻഡ് ലാറിംഗ്സ്. അതായത് നമ്മുടെ വോയിസ് ബോക്സില്ലേ, നമ്മുടെ ശ്വസന നാളം, ലാറിംഗ്സ് എന്ന് പറഞ്ഞാൽ ശ്വസന നാളം. അപ്പൊ നമ്മള് വോക്കൽ കോഡ്സ്, നമ്മുടെ എന്താ തൊണ്ടേ, പിന്നെ അതുപോലെ വോയിസ് ബോക്സ്, ശ്വസന നാളം, ഇതൊക്കെ വ്യൂ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, ഒരു എക്യുപ്മെന്റ് ആണ് ലാറിംഗോസ്കോപ്പ് എന്ന് പറയുന്നത്. അത് ലാറിംഗ്സ് എന്നുള്ള ലാറിംഗ്സ് LARYNX വോയിസ് ബോക്സിന് പറയുന്ന മറ്റൊരു ഇതാട്ടോ പേരാണ് ലാറിംഗ്സ്, LARYNX. അപ്പൊ അത് നോക്കാൻ വേണ്ടി നമ്മുടെ വോയിസ് ബോക്സ് അല്ലെങ്കിൽ ലാറിംഗ്സ് ഒക്കെ നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. അതാണ് ആ പേര് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നേക്കുന്നത്, ലാറിംഗോസ്കോപ്പ്. ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അവിടെ നിങ്ങൾ ഡീറ്റെയിൽ പഠിക്കണ്ട, മെഡിക്കൽ എക്യുപ്മെന്റ്സിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ,
Laryngoscope is a medical instrument used to view the vocal cords and larynx or voice box. View ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന equipment ആണ്. ഇനി അടുത്തതാണ് ബ്രോങ്കോസ്കോപ്പ്. ബ്രോങ്കോസ്കോപ്പി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ബ്രോങ്കോസ്കോപ്പ് എന്ന് പറയുന്നത്. എന്താ, നമ്മുടെ ശ്വാസകോശം, ലങ്സ്, അല്ലെ, ശ്വസനനാളം എന്നിവ പരിശോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്യാമറയും ഇതുപോലെ തന്നെ ലൈറ്റും ഒക്കെ വെച്ച ഒരു ട്യൂബ് തന്നെയാണ് ബ്രോങ്കോസ്കോപ്പ് എന്ന് പറയുന്നത്. ഒരു നേരത്തെ ട്യൂബ് നമ്മുടെ ലങ്സ് ഒക്കെ നോക്കാനായിട്ടേ, ശ്വാസകോശം, ശ്വസനനാളം ഇതൊക്കെ പരിശോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ്. അതായത് ബ്രോങ്കോസ്കോപ്പി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ബ്രോങ്കോസ്കോപ്പ്. എൻഡോസ്കോപ്പി ചെയ്യാൻ വേണ്ടി എൻഡോസ്കോപ്പ്, ബ്രോങ്കോസ്കോപ്പി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ബ്രോങ്കോസ്കോപ്പ്. അതൊക്കെ തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ്സിലും വരുന്നതാണ്. നെബുലൈസർ, ലാറിംഗോസ്കോപ്പ്, ബ്രോങ്കോസ്കോപ്പ്. അടുത്തതാണ് മോണിറ്ററിങ്. നമ്മള് ഡിസീസ് മോണിറ്റർ നിരീക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിനകത്താണ് പൾസ് ഓക്സിമീറ്റർ. പൾസ് ഓക്സിമീറ്റർ എന്ന് പറഞ്ഞ ബ്ലഡില് നമ്മൾ ഓക്സിജന്റെ അളവ് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ്. ബ്ലഡിലെ ഓക്സിജന്റെ അളവ് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് പൾസ് ഓക്സിമീറ്റർ. രക്തത്തിലെ ഓക്സിജന്റെ അളവ് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് പൾസ് ഓക്സിമീറ്റർ. പൾസ് ഓക്സിമീറ്റർ. ഓക്കെ, എനിക്കൊന്ന് നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്തോ കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയണമെന്നേ ഉള്ളൂ കേട്ടോ. രക്തത്തിലെ ഓക്സിജൻ അവിടെ നിങ്ങൾക്ക് മെഡിക്കൽ എക്യുപ്മെന്റ്സിൽ ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് ക്വസ്റ്റ്യന് ചിലപ്പോ ചോദിക്കാം. എന്തായാലും ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. പൾസ് ഓക്സിമീറ്റർ എന്ന് പറഞ്ഞ ബ്ലഡിലെ ഓക്സിജന്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ്. ഇനി അടുത്തതാണ് കാർഡിയാക് മോണിറ്റർ. കാർഡിയാക് മോണിറ്റർ എന്താ, നമ്മുടെ ഹൃദയമിടിപ്പ്, ഹൃദയത്തിന്റെ റിതം, താളം എന്നിവ തുടർച്ചയായിട്ട് രേഖപ്പെടുത്താനും അത് വിശകലനം ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്നതാണ് കാർഡിയാക് മോണിറ്റർ. കാർഡിയാക് മോണിറ്റർ, ഹൃദയം, ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ. കാർഡിയാക്, നമ്മുടെ ഹൃദയത്തെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി, ഹൃദയമിടിപ്പ്, ഹൃദയത്തിന്റെ റിതം, താളം എന്നിവയൊക്കെ തുടർച്ചയായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് ഇത് കാർഡിയാക് മോണിറ്റർ. അടുത്തതാണ് ECG എന്ന് പറയുന്നത്. ECG എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കാർഡിയോഗ്രാം. എഴുതി വെച്ചു കേട്ടോ. ഇലക്ട്രോ കാർഡിയോഗ്രാം. ഇലക്ട്രോ, ELECTRO CARDIOGRAM. ഇലക്ട്രോ, ELECTRO, ഇലക്ട്രോ കാർഡിയോഗ്രാം. ECG എടുത്തിട്ടുണ്ടാവും. ECG എടുത്തിട്ടുണ്ട്. എന്താ, ഇപ്പൊ നമുക്ക് വലിയ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ചെല്ലുമ്പോ അവര് ECGയില് വേരിയേഷൻ ഉണ്ടോ എന്ന് നോക്കും. അല്ല സ്ട്രോക്ക് ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ECGയിൽ ഒരു വേരിയേഷൻ കാണുമ്പോഴാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, റിതം ഇതൊക്കെ രേഖപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ECG എന്ന് പറയുന്നത്. ഇതുണ്ടല്ലോ, നമുക്കൊരു പ്രധാന ഇതും കൂടി പറയാം. നമുക്ക് ഈ എന്താ പറയാ, നമുക്ക് ആ സ്ട്രോക്ക് ഒക്കെ ഉണ്ടോ, ഈ ഹാർട്ട് അറ്റാക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടോ, അങ്ങനെയുള്ള ഇതുണ്ടോ എന്ന് അറിയുന്നത് ECG നോക്കിയിട്ടാണ്. ECGയിലെ വേരിയേഷൻ കണ്ടു കഴിഞ്ഞിട്ടാണ് അടുത്ത ഇത് പറയുന്നത്. ഓക്കെ, ECGയില് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് നെക്സ്റ്റ് നമ്മളോട് പറയുന്നത്. ഓക്കെ, നമ്മൾ ഏതാണ് ചിലപ്പോ അത് കഴിഞ്ഞിട്ട് ആൻജിയോഗ്രാം ഒക്കെ ചെയ്യാൻ പറയൂലേ. ഇങ്ങനെ എന്തെങ്കിലും കലമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഡോക്ടറുടെ സംശയം തോന്നി കഴിഞ്ഞാൽ ആദ്യം ECG ഒന്ന് നോക്കട്ടെ എന്ന് പറയും. ECG നോക്കി കഴിയുമ്പോൾ അതില് ECGയിൽ എന്തെങ്കിലും വേരിയേഷൻ കാണുകയാണെങ്കിൽ ഡോക്ടർ പറയും ചിലപ്പോ ആൻജിയോഗ്രാം ചെയ്യണം. അപ്പൊ എവിടെയാണ് ആൻജിയോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ, ആൻജിയോഗ്രാം എന്താ, ഹൃദയത്തിന് അല്ല ബ്ലോക്ക് ഉണ്ടോ, രക്തക്കുഴലുകൾക്ക് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കണ ഒരു സർജറിയാണ് അല്ലെ.
ഒരു ടെസ്റ്റ് ആണ് ആൻജിയോഗ്രാം എന്ന് പറയുന്നത്. ECGയുടെ വേരിയേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് ചിലപ്പോൾ ഡോക്ടർ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ആൻജിയോഗ്രാം എന്തെങ്കിലും ചെയ്യുന്നത്. ഈ ആൻജിയോഗ്രാം ചെയ്തിട്ട് എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഡോക്ടർ പറയും ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം. ആ ബ്ലോക്ക് മാറ്റുന്ന സർജറിയാണ് ആൻജിയോപ്ലാസ്റ്റി. അറിയാലോ നിങ്ങൾക്ക് അല്ലെ? ആൻജിയോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ബ്ലോക്ക് ഉണ്ടോന്ന് ടെസ്റ്റ് ചെയ്യണേ ഉള്ളൂ, അവിടെ നോക്കണേ ഉള്ളൂ, ബ്ലോക്ക് ഉണ്ടോന്ന് നോക്കും. ഇനി ആ ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് ഉണ്ടെന്ന് കാണുകയാണെങ്കിൽ നെക്സ്റ്റ് ആണ് ആൻജിയോപ്ലാസ്റ്റി. അപ്പൊ അത് സർജറി. ബലൂൺ ഡിലേഷൻ ഓഫ് ബ്ലഡ് വെസൽ, നമ്മൾ ആ എന്താണ് രക്തക്കുഴലുകളിലെ ആ ബ്ലോക്ക് മാറ്റുന്ന രീതിയാണ് ആൻജിയോപ്ലാസ്റ്റി. ക്ലിയർ ആയോ? മനസ്സിലാക്കി വെക്കാം ട്ടോ. അപ്പൊ ഇവിടെ ECG എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്? ഇലക്ട്രോ കാർഡിയോഗ്രാം. അത് മെയിൻ ആയിട്ട് നമ്മൾ വല്ല ഹാർട്ട് അറ്റാക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്നത് ECG നോക്കിയിട്ടാ. ഇലക്ട്രോ കാർഡിയോഗ്രാം ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഇതൊക്കെ നോക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ECG. ഇനി അതൊക്കെ മോണിറ്റർ ചെയ്യാം, നിരീക്ഷിക്കാം നമുക്ക് രോഗം ഉണ്ടോ എന്ന് നോക്കാനായിട്ട്. അടുത്തതാണ് ഇൻസ്ട്രുമെന്റ്സിൽ വരുന്നതാണ് IV സെറ്റ്, ഇൻഫ്യൂഷൻ സെറ്റ് അല്ലെങ്കിൽ ഇൻട്രാവീനസ് സെറ്റ് എന്ന് പറയും. ഇൻഫ്യൂഷൻ INFUSION ഇൻഫ്യൂഷൻ സെറ്റ് SET ഇൻഫ്യൂഷൻ സെറ്റ് അല്ലെങ്കിൽ ഇൻട്രാവീനസ് സെറ്റ് INTRAVENOUS ഇൻട്രാവീനസ് സെറ്റ്. നിങ്ങൾ കണ്ടിട്ടില്ലേ? നമുക്ക് ഈ നമ്മുടെ ശരീരത്തിലേക്ക് ഈ ബ്ലഡ് ഇതുപോലെ ഗ്ലൂക്കോസ് ഇതൊക്കെ കയറ്റുന്നത് ആ ഒരു ട്യൂബില്ലേ? നേരിട്ട് ഇങ്ങനെ ചെയ്യാനല്ലോ, നമ്മുടെ ബോഡിയിലേക്ക് കയറ്റണ്ട ഈ സാധനങ്ങളൊക്കെ. പേഷ്യന്റിന്റെ ബ്ലഡ് സ്ട്രീംസിലേക്ക് ഫ്ലൂയിഡ്സോ അതുപോലെ മരുന്നുകള് ഇതൊക്കെ നേരിട്ട് നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് IV സെറ്റ്. ഗ്ലൂക്കോസ് ഒക്കെ നേരെ വെക്കാണ് ആ ട്യൂബിക്കടെ അല്ലേ IV സെറ്റ്. ആ ഒരു സംഭവം ആ ട്യൂബിക്കടെയാണ് നമ്മുടെ ബോഡിയിലേക്ക് ഗ്ലൂക്കോസ് ഒക്കെ കയറ്റുന്നത്, അതുപോലെ മരുന്നുകളും ഒക്കെ കയറ്റുന്നത്. നമ്മുടെ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് ഇതൊക്കെ മരുന്നുകളും ഫ്ലൂയിഡ്സും ഒക്കെ കയറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് IV സെറ്റ്. അത് ഇൻഫ്യൂഷൻ സെറ്റ് എന്ന് പറയും. ഇൻഫ്യൂഷൻ സെറ്റ് അല്ലെങ്കിൽ ഇൻട്രാവീനസ് സെറ്റ് എന്ന് പറയും. ഇൻട്രാവീനസ് സെറ്റ്. ഇനി അടുത്തതാണ് ട്രാക്കിയോസ്റ്റമി. TRACHOSTOMY ട്രാക്കിയോസ്റ്റമി. അതായത് നമ്മുടെ ശ്വാസതടസ്സം നേരിടുന്ന പേഷ്യൻസ്, നോർമലായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത, ബ്രീത്തിങ്ങിന് ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ഇല്ലേ, അവർക്കിടെ കഴുത്തിന്റെ മുൻവശം, അതായത് ട്രക്കിയ, ഈ ട്രക്കിയയില് ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയാ ഒരു ഹോൾ ഉണ്ടാക്കും. ഒരു സർജറിയിലൂടെ ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൽ കൂടെ ഒരു ചെറിയ ട്യൂബ് നടത്തി നമ്മുടെ ലങ്സിലേക്ക് നേരെ ഹോൾ ഉണ്ടാക്കി അതിലൂടെ ഒരു ട്യൂബ് ഘടിപ്പിച്ചിട്ട് നമുക്ക് എന്തിനാ ബ്രീത്തിങ് കിട്ടാൻ അല്ലെ? നോർമലായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല, അപ്പൊ അവർക്ക് ഓക്സിജൻ നമുക്ക് ബ്രീത്തിങ് വേണ്ടേ? ബ്രീത്തിങ്ങിനെ സുഗമമാക്കുന്ന ഒരു മെഡിക്കൽ പ്രൊസീജിയറാണ്. നേരിട്ട് നമ്മൾ മൂക്കിക്കട എടുക്കണ്ട അല്ലെ, നേരിട്ട് ഈ തൊണ്ടയില് ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഒരു ട്യൂബ്, ആ ട്യൂബിൽ കൂടെ നേരിട്ട് ലങ്സിലേക്ക് ഓക്സിജൻ എത്തിക്കാൻ പറ്റും. അതാണ് ട്രക്കിയോസ്റ്റമി. ട്രക്കിയോസ്റ്റമി എന്ന് പറഞ്ഞാൽ ട്രക്കിയയില് നമ്മുടെ ഒരു ഹോൾ ഉണ്ടാക്കി അതിൽ കൂടെ ട്യൂബ് ഇട്ടിട്ട് നേരെ ലങ്സിലേക്ക് ആ ട്യൂബ് കൊടുക്കും, അതിൽ കൂടെ എയർ കൊടുക്കും. ഓക്കെ. പിന്നെ ഇൻസ്ട്രുമെന്റ് ട്രോളി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കൊണ്ടുപോകാൻ ഉള്ള ട്രോളി. ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കൊണ്ടുപോകുന്ന ട്രോളിയാണ് ഇൻസ്ട്രുമെന്റ് ട്രോളി എന്ന് പറയുന്നത്. ഒന്ന് നോക്കിയേ, എല്ലാവരും ഒന്ന് നോക്കിയേ. ഒന്ന് നോക്കാട്ടോ, എക്യുപ്മെന്റ്സിൽ ഏതൊക്കെയാണുള്ളത് നോക്കാട്ടോ. ട്രക്കിയ എന്ന് പറഞ്ഞാൽ എന്താ? ശ്വസന നാളം എന്നാണ് മലയാളത്തിൽ കേട്ടോ. ശ്വസന നാളം ട്രക്കിയയില് നമ്മുടെ ശ്വസനാളത്തില് ട്രക്കിയയില് ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കി അതിൽ കൂടെ ട്യൂബ് നേരെ ലങ്സിലേക്ക് അടുത്തു എന്നിട്ട് എയർ കൊടുക്കുന്നതാണ് ട്രക്കിയോസ്റ്റമി എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ എക്യുപ്മെന്റ്സ് ഏതൊക്കെയാന്നുള്ളതൊക്കെ അറിയാലോ അല്ലെ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, ഒരു പ്രാവശ്യം ഒന്ന് എല്ലാ പേരുകളും ഒന്ന് വായിച്ചു നോക്കുക, കിട്ടണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് നോക്കാം. വേറെ ഒത്തിരി ഇതൊന്നുമില്ല. നമ്മളവിടെ ഏരിയ പറഞ്ഞു, OPD-യുടെ കീഴിൽ വരുന്ന ഏരിയകൾ പറഞ്ഞു, പിന്നെ OPD-യിലെ പേഷ്യൻസിന്റെ ഫ്ലോ പറഞ്ഞു, പിന്നെ അടുത്തത് ആ ഒരു ടേബിൾ എന്ന് പറഞ്ഞ എക്യുപ്മെന്റ്സ് ആണ്. അത്രയാണ് ആ ഒരു പേജിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ ആണോ? പേരുകൾ നോക്കിയാൽ മതി. ഇനി നിങ്ങൾ അവിടെ മെഡിക്കൽ എക്യുപ്മെന്റ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി അവിടെ പഠിക്കും. എങ്കിലും ഒന്ന് എന്താണെന്ന് നമുക്ക് അറിയണ്ടേ? ഇതിന്റെ പേര് മാത്രം പറയുമ്പോൾ നമുക്ക് അയ്യോ ഇത് എന്തിനാണോ കൂടി അറിഞ്ഞിരിക്കണമല്ലോ, അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. എക്യുപ്മെന്റ്സിന്റെ പേരുകൾ നിങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാം. ഇനി അടുത്തത് എന്താ നമുക്ക് പഠിക്കേണ്ടത്? ഫങ്ഷൻസ് ആണ്. എന്തൊക്കെയാണ് ഒരു OPD-യിലെ പ്രവർത്തനങ്ങള്? ഒരു OPD-യിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാ? ഫങ്ഷൻസ് എന്തൊക്കെയാ OPD-യിൽ ചെയ്യേണ്ടതെന്ന് നോക്കി. ഏർലി ഡയഗ്നോസിസ്, ക്യൂറേറ്റീവ്, പ്രിവെന്റീവ് ആൻഡ് റീഹാബിലിറ്റേറ്റീവ് കെയർ ഓൺ ആംബുലേറ്ററി ബേസിസ്. ഡയഗ്നോസിസ് രോഗനിർണയങ്ങള്, ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? രോഗശാന്തി. ക്യൂറേറ്റീവ് രോഗശാന്തി ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ പഠിച്ചില്ലേ? ക്യൂറേറ്റീവ്, പ്രിവെന്റീവ് ഒക്കെ. രോഗശാന്തി. പ്രിവെന്റീവ് രോഗപ്രതിരോധം, പ്രിവെന്റീവ് രോഗങ്ങൾ വരാതെ രോഗപ്രതിരോധം. പ്രിവെന്റീവ് ആൻഡ് റീഹാബിലിറ്റേഷൻ കെയർ ഇങ്ങനെ ഓൺ ആംബുലേറ്ററി ബേസിസ്. ആംബുലേറ്ററി ബേസിസ് എന്ന് പറഞ്ഞാൽ ഔട്ട് പേഷ്യന്റ് ബേസിസില്, അതായത് നമ്മൾ കിടത്തി ഒന്നും അഡ്മിഷൻ കാര്യങ്ങളൊന്നും ഇല്ല അവിടെ. ഉള്ളി ഔട്ട് പേഷ്യന്റ് ബേസിസ്. അന്ന് എന്താന്ന് വെച്ചാൽ ചെയ്യാ പോവുക, അത്രേ ഉള്ളൂ. ആംബുലേറ്ററി ബേസിസ്. രണ്ടാമത്തെ എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓൺ ആംബുലേറ്ററി ബേസിസ്. നല്ല ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ലെ? എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഇങ്ങനെ ഓൺ ഔട്ട് പേഷ്യന്റ് ബേസിസ് ഓർ ആംബുലേറ്ററി ബേസിസ്. ഇനി അടുത്തതാണ് മൂന്നാമത്തെ സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽസ്. സ്ക്രീൻ ചെയ്യാണ്. എന്തിന്? ഫോർ അഡ്മിഷന് വേണ്ടി സ്ക്രീൻ ചെയ്യാണ്. ടു ഹോസ്പിറ്റലിൽ. അതായത് നമ്മൾ ആദ്യം തന്നെ പോയി ഈ IP ഇൻപേഷ്യന്റ് ആയിട്ട് അവിടെ പോയി അഡ്മിറ്റ് ചെയ്യാണോ? അല്ല, ആദ്യം നമ്മൾ OP ചെന്ന് കാണും, സ്ക്രീനിങ് നടത്തും അല്ലെ? OPയിൽ ചെന്ന് ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം ഡോക്ടറാണ് തീരുമാനിക്കുന്നത് അവിടെ അഡ്മിഷൻ വേണോ, അഡ്മിറ്റ് ആക്കണോ. അപ്പൊ അഡ്മിഷന് വേണ്ടിയുള്ള സ്ക്രീനിങ് ക്ലിയർ ആയോ നോക്കിയാ? മൂന്നാമത്തെ പോയിന്റ്, അഡ്മിഷന് വേണ്ടിയുള്ള സ്ക്രീനിങ്. ഹോസ്പിറ്റലില് അഡ്മിഷന് വേണ്ടിയുള്ള സ്ക്രീനിങ്, അതായത് നേരെ OPയിൽ വന്ന് ഡോക്ടറെ കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് അഡ്മിഷൻ ഉണ്ടോ വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അഡ്മിഷന് വേണ്ടിയുള്ള സ്ക്രീനിങ്. പിന്നെ ഫോളോ അപ്പ് കെയർ ആൻഡ് കെയർ ആഫ്റ്റർ ഡിസ്ചാർജ്. ഫോളോ അപ്പ് കെയറുകള്, റുട്ടീൻ ചെക്കപ്പുകള്, പിന്നെ ഡിസ്ചാർജിന് ശേഷമുള്ള ഫോളോ അപ്പുകളൊക്കെ ഇല്ലേ? ഫോളോ അപ്പ് ഇത് അതൊക്കെ ഫോളോ അപ്സുകള്, റുട്ടീൻ ചെക്കപ്പുകള്, അതൊക്കെ. കെയർ ആഫ്റ്റർ ദ ഡിസ്ചാർജിന് ശേഷമുള്ള കെയർ. അടുത്തതാണ് പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ബൈ ഹെൽത്ത് എഡ്യൂക്കേഷൻ. നമ്മുടെ ഹെൽത്ത് ആരോഗ്യത്തെ പ്രൊമോട്ട് ചെയ്യുന്നു. എങ്ങനെ? ഒരു ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ. ഹെൽത്തിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ നൽകുന്നതിലൂടെ, ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ നമ്മുടെ ആരോഗ്യത്തെ പ്രൊമോട്ട് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. ഇനി അടുത്തതാണ് റെൻഡറിങ് ഓഫ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ. റെൻഡറിങ് എന്ന് പറഞ്ഞാൽ വിശദീകരിക്കുക. പ്രിവെന്റീവ് ഹെൽത്ത് കെയർ, അതായത് പ്രിവെന്റീവ് എന്ന് വെച്ചാൽ രോഗപ്രതിരോധമാണ്, വരാതെ. അതായത് നമുക്ക് വാക്സിൻസ് ഒക്കെ എടുക്കൂലേ? വാക്സിൻസിനെ കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു. പ്രിവെന്റീവ് ഹെൽത്ത് കെയർ. റെൻഡറിങ് എന്ന് പറഞ്ഞാൽ വിശദീകരിക്കുക എന്നാണ് കേട്ടോ. വിശദീകരിക്കുക. ഓഫ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ. റെൻഡറിങ് ഓഫ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ. റെൻഡറിങ് എന്ന് പറഞ്ഞാൽ വിശദീകരിക്കുക. അതായത് നമ്മൾ പ്രിവെന്റീവ്, ഇപ്പൊ വാക്സിൻസ് ഒക്കെ നമുക്ക് രോഗം വരാതെ നമ്മൾ ചെയ്യുന്നതാണല്ലോ വാക്സിനുകളൊക്കെ. അപ്പൊ അതങ്ങനെ രോഗപ്രതിരോധ ആരോഗ്യ സേവനങ്ങളാണ് വിശദീകരിക്കുന്നു. പിന്നെ അടുത്തതാണ് പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ. നമ്മുടെ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ. അത് എന്നോട് പറയേണ്ടത് പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ബൈ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ക്ലിയർ അല്ലേ? നോക്കിയേ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് OPD ചെയ്യുന്നത്. ഫങ്ഷൻസ്, OPD-യുടെ ഫങ്ഷൻസ് ആണ്.
ക്ലിയർ ആണോ നോക്കട്ടോ. ഡയഗ്നോസിസ്, ക്യൂറേറ്റീവ്, പ്രിവെന്റീവ്, റീഹാബിലിറ്റേഷൻ കെയർ, പിന്നെ നല്ല ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെന്റുകള്, പിന്നെ ഹോസ്പിറ്റലിലെ അഡ്മിഷൻ, ആംബുലേറ്ററി എന്ന് പറഞ്ഞാൽ ഔട്ട് പേഷ്യന്റ് ബേസിസ് ആണ്. ഔട്ട് പേഷ്യന്റ് ബേസിസ്, ഔട്ട് പേഷ്യന്റ് അതായത് വന്ന് മരുന്ന് പിടിച്ച് പോയി, അത്രേ ഉള്ളൂ. ഇവിടെ എന്താ പറയാ കിടത്തി ചികിത്സ അല്ലെങ്കിൽ അഡ്മിഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ആംബുലേറ്ററി ബേസിഡ്, അതായത് ഇപ്പൊ ഡയഗ്നോസിസ്, രോഗനിർണയം നടത്തുന്നു ഔട്ട് പേഷ്യന്റ് ബേസിസിൽ, ഇത്രേ ഉള്ളൂ. ആംബുലേറ്ററി ബേസിസ് എന്ന് പറഞ്ഞാൽ ഔട്ട് പേഷ്യന്റ് ബേസിസ്, ഔട്ട് പേഷ്യന്റ് ബേസിസിൽ നല്ല ട്രീറ്റ്മെന്റ് നൽകുന്നു. അഡ്മിഷന് വേണ്ടിയുള്ള സ്ക്രീനിങ്, പിന്നെ ഫോളോ അപ്പ് കെയറുകള്, കെയർ ആഫ്റ്റർ ഡിസ്ചാർജ്, നമ്മുടെ ഡെയിലി റുട്ടീൻ ചെക്കപ്പുകളൊക്കെ ഇല്ലാത്ത ഡിസ്ചാർജിന് ശേഷമുള്ള കെയർ, പിന്നെ ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, പിന്നെ രോഗപ്രതിരോധ ആരോഗ്യ പരിചരണങ്ങൾ വിശദീകരിക്കുന്നു, വാക്സിൻസ് ഒക്കെ പോലെ വാക്സിനൊക്കെ അതേ കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയുന്നു. ദെൻ അടുത്തതും അത് തന്നെ പറഞ്ഞേക്കാണ് പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഓക്കെ, അത്രയാണ് ഫങ്ഷൻസ്. ആംബുലേറ്ററി ബേസിസ് എന്നുള്ളത് ഔട്ട് പേഷ്യന്റ് ബേസിസ് ആണ് കേട്ടോ. പേഷ്യന്റ് ബേസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നൽകുന്നു. ഇനി അടുത്തതാണ് പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ്. ഇനി പ്രിവെന്റീവ് ആണ്. പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? രോഗപ്രതിരോധമാണ്. അപ്പൊ നമുക്ക് രോഗങ്ങൾ വരാതെ രോഗപ്രതിരോധ ഹെൽത്ത് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയേ. വെൽ ബേബി ക്ലിനിക്, കുട്ടികൾക്കായിട്ടേ നല്ല ക്ലിനിക്കുകള്, വെൽ ബേബി ക്ലിനിക്, വെൽ ബേബി ക്ലിനിക്, വെൽ ബേബി ക്ലിനിക്, വെൽ ബേബി ക്ലിനിക്. Then ANC എന്ന് പറഞ്ഞാൽ ആന്റി നേറ്റൽ കെയർ. അതൊന്ന് നോക്കി എഴുതി വെച്ചിട്ടോ. ആന്റി, ANTENATAL, ആന്റിനേറ്റൽ കെയർ, ആന്റിനേറ്റൽ കെയർ. മാരേജ് കൗൺസിലിംഗ്, പ്ലാൻഡ് പേരന്റ്ഹുഡ്, രക്ഷാകർതൃത്വം, പേരന്റ്ഹുഡ്. ആന്റിനേറ്റൽ കെയർ, മാരേജ് കൗൺസിലിംഗ്, പ്ലാൻഡ് പേരന്റ്ഹുഡ്. സ്കൂൾ ഹെൽത്ത് ക്ലിനിക്, അടുത്തൊരു പോയിന്റ് ആയിട്ടാണ് പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. സ്കൂൾ ഹെൽത്ത് ക്ലിനിക്. അടുത്തത് കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, നമ്മുടെ പകരുന്ന സാംക്രമിക രോഗങ്ങള്, അതിന്റെ കൺട്രോള്, നിയന്ത്രണം, കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. പിന്നെ അടുത്ത് നോക്കിയ ഏർലി ഡയഗ്നോസിസ് ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് ക്രോണിക് ഡിസീസസ് ലൈക്ക് ക്യാൻസർ, TB എക്സെട്ര. ഇനി നേരത്തെയുള്ള രോഗനിർണയ രീതികള്, പിന്നെ ക്രോണിക് ഡിസീസസ്, അതിന്റെ ക്യാൻസർ, TB പോലുള്ള ക്രോണിക് ഡിസീസസുകളുടെ കണ്ടെത്തലുകൾ, സ്ഥിരമായിട്ടുള്ളത് അല്ലെ, അതായത് കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്ന രോഗങ്ങളാണ് ക്രോണിക് ഡിസീസസ് എന്ന് പറയുന്നത്. ക്യാൻസർ, TB പോലുള്ള ക്രോണിക് ഡിസീസ്, അതിന്റെ കണ്ടെത്തല്, ഡിറ്റക്ഷൻ, നേരത്തെയുള്ള ഡയഗ്നോസിസ്. പിന്നെ അടുത്ത പോയിന്റ് ആണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ന്യൂട്രീഷണൽ അഡ്വൈസർ, റീഹാബിലിറ്റേഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഡിസബിലിറ്റീസ് ആൻഡ് ഹാൻഡികാപ്റ്റ്. നമ്മുടെ വൈകല്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതിന്, തടയുന്നതിന്, ഹാൻഡികാപ്റ്റ് വൈകല്യങ്ങള് അതൊക്കെ തടയാനുള്ളതും, റീഹാബിലിറ്റേഷൻ സർവീസുകള്, ന്യൂട്രീഷണൽ അഡ്വൈസർ, നമ്മുടെ പോഷകാഹാരപ്രദമായിട്ടുള്ള ഒരു നല്ലൊരു ബാലൻസ് ഫുഡിനെ കുറിച്ചുള്ള അങ്ങനെ ഉപദേശങ്ങള്, ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഇതൊക്കെ പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസിൽ വരുന്നതാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം കേട്ടോ, ഏതൊക്കെയാണ് വരുന്നതെന്നുള്ളത്. Okay. Preventive health activities. വെൽ ബേബി ക്ലിനിക്, ആന്റിനേറ്റൽ കെയർ, അതൊന്ന് എഴുതി വെച്ചോട്ടെ അവിടെ. ആന്റിനേറ്റൽ, ANTENATAL, ആന്റിനേറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? പ്രസവത്തിന് മുന്നുള്ള പരിചരണം. അതുകൂടി വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ.
പ്രസവത്തിന് മുന്നുള്ള പരിചരണമാണ് ആന്റി നേറ്റൽ കെയർ എന്ന് പറയുന്നത്. കാലത്തൊക്കെ അമ്മയുടെയും കുഞ്ഞിന്റെയും ഇങ്ങനെയുള്ള ഇതൊക്കെ നോക്കൂലേ, അങ്ങനെയുള്ളത് അതൊക്കെ പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ് ആണ്. അവർക്ക് നല്ല ഹെൽത്ത് കൊടുക്കാൻ, അമ്മയ്ക്ക് കുഞ്ഞിന് വേറെ ദോഷമൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഇടയ്ക്കുള്ള ചെക്കപ്പുകൾ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ANC എഴുതി വെച്ചത്. ആന്റി നേറ്റൽ കെയർ എന്നുള്ളത് ANTNATAL, പ്രസവത്തിന് മുന്നിലുള്ള പരിചരണം. പിന്നെ സ്കൂൾ ഹെൽത്ത് ക്ലിനിക്, കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, early diagnosis and detection of chronic diseases like cancer, TB ഇങ്ങനെയുള്ള കണ്ടെത്തലുകൾ, നേരത്തെയുള്ള രോഗനിർണയങ്ങൾ, ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ന്യൂട്രീഷണൽ അഡ്വൈസ്, പോഷകാഹാര ഉപദേശങ്ങൾ, റീഹാബിലിറ്റേഷൻ, പ്രിവെൻഷൻ ഓഫ് ഡിസബിലിറ്റീസ് ആൻഡ് ഹാൻഡിക്യാപ്പ്. വൈകല്യങ്ങള് ഇതൊക്കെ തടയുകയും ഉള്ള പുനരധിവാസ കാര്യങ്ങളും ഒക്കെ പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസിൽ വരുന്ന. ഇനി നമ്മൾ നോക്കുന്ന ടൈപ്സ് ഓഫ് OPD ആണ്. പല തരത്തിലുള്ള OPD ഉണ്ട്. 2 types of OPD സർവീസസ്. നമുക്ക് 2 തരത്തില് OPD-യില് സർവീസസ് സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തെയാണ് സെൻട്രലൈസ്ഡ് OPD സർവീസസ്. സെൻട്രലൈസ്ഡ് OPD സർവീസസ്. രണ്ടാമത്തെയാണ് ഡീസെൻട്രലൈസ്ഡ് OPD സർവീസസ്. ആ പേരുകൾ നോട്ട് ചെയ്യാം കേട്ടോ. എന്തൊക്കെയാണ് 2 types of OPD സർവീസസ്? ഏതൊക്കെയാണ്? സെൻട്രലൈസ്ഡ് OPD സർവീസസും ഡീസെൻട്രലൈസ്ഡ് OPD സർവീസസും. ക്ലിയർ ആയോ? 2 types ഏതൊക്കെയാ? സെൻട്രലൈസ്ഡ്, ഡീസെൻട്രലൈസ്ഡ്. ഓക്കെ, സെൻട്രലൈസ്ഡ് OPD സർവീസസ് എന്ന് പറഞ്ഞാൽ, സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? കേന്ദ്രീകൃതമായ centralized. All services are provided in a concise സംക്ഷിപ്തമായ concise area. ഒരു പ്രത്യേക ഏരിയയിലായിരിക്കും എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നത്. which includes all the diagnostic, എല്ലാ രോഗനിർണയ, therapeutic facility being provided in the same place. എല്ലാം ഒറ്റ കേന്ദ്രീകൃതമായ, അതായത് ഒരു ഒറ്റ സെൻട്രൽ പോയിന്റ് ആണ്. അവിടെ നിന്നാണ് എല്ലാ ഡയഗ്നോസ്റ്റിക്, തെറാപ്യൂട്ടിക് ഫെസിലിറ്റി ഇതെല്ലാം ഒരു പ്ലേസിലാണ്. അതാണ് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് പറയുന്നത്. കേന്ദ്രീകൃതമായിട്ടുള്ള സേവനങ്ങൾ, ഔട്ട് പേഷ്യന്റ് സേവനങ്ങൾ. ഓൾ സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ എ കൺസൈസ് ഏരിയ. ഒരു നിക്ഷിപ്തമായിട്ടുള്ള, ഒരു സംക്ഷിപ്തമായിട്ടുള്ള ഒരു ഏരിയയില്, ഒരു പർട്ടിക്കുലർ ഏരിയയിലായിരിക്കും എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നത്. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ അവിടെ. All services are provided in concise area which include diagnostic and therapeutic facilities being provided in the same area ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നോക്കിയേ, ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്ന് പറഞ്ഞപ്പോ എങ്ങനെയാ? സർവീസസ് ആർ പ്രൊവൈഡ് ഇൻ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഓരോ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലായിരിക്കും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒറ്റ സ്ഥലത്തല്ല, ഒരു സെയിം പ്ലേസിലല്ല, പലതും പല പല സെക്ഷനാണ്. അതാണ് സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അതിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിപ്പാർട്ട്മെന്റുകളിലാണ് എന്ത് ചെയ്യുന്നത്? ഈ സേവനങ്ങൾ കൊടുക്കുന്നത്. സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്സ്. ക്ലിയർ ആണോ? രണ്ടോ സെൻട്രലൈസ്ഡ് എന്താണെന്നുള്ളതും ഡീസെൻട്രലൈസ്ഡ്. സെൻട്രലൈസ്ഡ് എന്ന് വെച്ചാൽ ഒരു സെയിം പ്ലേസിലാണ് കൊടുക്കുന്നത്. ഒരു സെൻട്രൽ പോയിന്റ് ഉണ്ട്, അവിടെയാണ് എല്ലാ സർവീസും കൊടുക്കുന്നത്. ഡയഗ്നോസ്റ്റിക്, തെറാപ്യൂട്ടിക് ഫെസിലിറ്റി എല്ലാവരും ഒറ്റ ഇതിൽ ഉൾപ്പെടുന്നു. All services are provided area which include all diagnostic and therapeutic facilities. Okay, decentralized എങ്ങനെയാ? Services are provided in respective departments. Clear ആണോ നോക്കിയേ? ഓക്കെ, സ്ക്രീൻ ഉള്ളത് കൊണ്ടാണ് ഇവിടെ തമ്പുണ്ട് അല്ലെ. ഇവിടെ സ്ക്രീൻ ഉള്ളത് കൊണ്ട് ഞാൻ തമ്പ് കണ്ടില്ല. സ്ക്രീനിന്റെ ബാക്കിലാണ് ഇവിടെ തമ്പ് വന്നത്. സ്ക്രീൻ ഒന്ന് മിനിമൈസ് ചെയ്താലാണ് നിങ്ങളുടെ തമ്പ് എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഞാൻ വിചാരിച്ചിട്ട് എന്താ മനസ്സിലാവാത്തോണ്ടാണോ പിള്ളേർക്ക് എന്ന് വിചാരിച്ചു. ഓക്കെ, എന്നാ ഇന്ന് നമുക്ക് അത്രയും മതി അല്ലേ. സാറ്റർഡേ ആയതുകൊണ്ട് ഒരു ചെറിയൊരു മൂഡ് ഓഫ് ഒക്കെ ആയിട്ടാണോ ക്ലാസ് കയറിയത്?
ബാക്കിയത് നമുക്കെന്നാ അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ആ ടേബിളുകളൊക്കെ നിങ്ങൾ നോക്കി വെക്കണം. പേഷ്യന്റിന്റെ ഫ്ലോ നമ്മൾ പറഞ്ഞു, പിന്നെ ഫങ്ഷൻസ് പറഞ്ഞു, പിന്നെ ഏതാണ് പ്രിവന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ് പറഞ്ഞു, പിന്നെ 2 തരത്തിലുള്ള OPD പറഞ്ഞു. സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് ഉണ്ട്, ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് ഉണ്ട്. ഓക്കെ, എല്ലാവരും സുഖമായിരിക്കണം. ഒരു 2 മിനിറ്റ് നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കട്ടെ. ഇത് നിങ്ങൾ ഓഫീസ് വന്നപ്പോ തുടങ്ങി ഇങ്ങനെ ഇരുന്ന് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അതിലൊരു ഇച്ചിരി ഇതുണ്ട് അല്ലെ? പിള്ളേരൊക്കെ ഇരിക്കുന്നോണ്ട് ഒരു മടി ഉണ്ടായിരുന്നോ? വീട്ടിലും അത് 2 പിള്ളേരെ വീട്ടിലാക്കിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ കുഴപ്പമില്ല. ചെറിയ പിള്ളേരൊന്നും അല്ല. മോന് 9th-ലും മോള് 6th-ലും പഠിക്കുന്നത്. എക്സാം ഒക്കെ ആയല്ലോ. ടീച്ചർ ഗ്രൂപ്പിലേക്കൊക്കെ ഇട്ടിട്ടുണ്ട് റിവിഷൻ ചെയ്യുന്നൊക്കെ പറഞ്ഞ്. രാവിലെ ഇരുന്ന് പഠിക്കുന്നൊക്കെ പറഞ്ഞിട്ടാ പോന്നെ. മക്കളൊക്കെ ഇരുന്ന് പഠിക്കണ്ടോ? ഇനിയിപ്പോ നമുക്ക് തിരക്കായല്ലേ. അവരുടെ എക്സാം ആകുമ്പോ അമ്മമാർക്കാണ് ടെൻഷൻ. പഠിപ്പിക്കല് അല്ലേ? ആണോ? അങ്ങനെയൊക്കെയല്ലേ അമ്മമാരൊക്കെ? ഇനിയിപ്പൊ നമുക്ക് ഒരു പരീക്ഷ കഴിയുന്നവരേക്ക് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല അല്ലെ? ഈ പരീക്ഷ കഴിഞ്ഞാലോ പിള്ളേര് വീട്ടിലിരിക്കുമ്പോ അതിന്റെ ബഹളം അങ്ങനെയും ഉണ്ട് അല്ലെ? ഓ, ഇനിയിപ്പോ എന്തായാലും അമ്മയും മക്കളൊക്കെ കൂടി ഒരുമിച്ചൊക്കെ വേറെ ഇവിടെ ഒരാൾ കരച്ചിലൊക്കെ മോച്ച് വന്നിട്ടുണ്ട്. സങ്കടം എന്ന് വെച്ചാല് അവര് മേടിക്കാന്ന് പറയുന്ന നല്ലൊരു പാടുണ്ടല്ലേ? നമ്മളെ പോലെ ഒന്നും അല്ല അല്ലെ നമ്മുടെ മക്കള് അല്ലേ? നമ്മളൊക്കെ കുറച്ചൊക്കെ ഇതൊക്കെ ആയിരുന്നു അല്ലെ? നമ്മുടെ അമ്മയ്ക്കൊന്നും അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല നമ്മളൊക്കെ. എന്നാൽ നമ്മുടെ മക്കൾ വന്നപ്പോ നല്ല ചെറുപ്പന്മാരും അല്ലെ? നല്ല കുറുമ്പന്മാരും കുറുമ്പികളൊക്കെയാണ്. ഒരു പ്രാവശ്യം ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല. നമ്മുടെ അമ്മമാരൊക്കെ ഇങ്ങനെ നമ്മളോട് അത് വേണ്ട മോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ ബേബിയാണ്, കുറുമ്പുണ്ടത്. ചെറിയ ബേബിയാണ്, ചെറിയ കൊച്ചല്ലേ, അത് അങ്ങനെയെങ്കിലും വിചാരിക്കാം. വലിയ പിള്ളേർക്കോ അല്ലെ? വലിയ പിള്ളേർക്കോ ഉള്ള അമ്മമാരൊക്കെ നോക്കി അതിനെക്കായി വലിയ കുഞ്ഞു പിള്ളേരെക്കായി കുറുമ്പുണ്ടല്ലോ അവർക്ക്. എനിക്കാന്ന് പറയുന്നത് നല്ല പാടാണ്. നമ്മളൊന്നും വളർത്തിയോളൊന്നും അല്ല അല്ലെ? നമ്മളോട് അമ്മ പറയുകയാണെങ്കിൽ അത് വേണ്ടാന്ന് നോക്കി നമ്മൾ പിന്നെ ആ വഴിക്ക് പോകൂല. അത് അങ്ങനെ കേൾക്കും. ഇത് 10 പ്രാവശ്യം പറഞ്ഞാലല്ലേ കേൾക്കുള്ളൂ. അത് ഇന്നത്തെ ഒരു കാലത്തിന്റെ ഇതാണ്. നമ്മൾ കുറെ മുന്നാലിക്കുണ്ടല്ലേ? 1-2 മക്കളൊക്കെ ഉണ്ടാവുള്ളൂ എല്ലായിടത്തൊക്കെ. അപ്പൊ അതുകൊണ്ട് ഒരു ആളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഓമനിച്ച് മുന്നാലിച്ചൊക്കെ. ഇപ്പൊ അന്ന് അടിയൊന്നും ഇല്ലല്ലോ. സ്കൂളിൽ പോലും ഒരടിക്കാനൊന്നും പാടില്ല. അപ്പൊ പിള്ളേരൊക്കെ ഇങ്ങനെ ഭയങ്കര കുറുമ്പിലേക്ക് വരിക. നമ്മളൊക്കെ പഠിച്ചപ്പോ ഇങ്ങനെ നല്ല അടിയൊക്കെ കൊണ്ടൊക്കെ വളർന്നുകൊണ്ട് എല്ലാവർക്കും അത്യാവശ്യം അടക്കവും ചിട്ടയും ഒരിത്തിരി ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പിള്ളേര് വഴക്ക് പറയാൻ പാടില്ല. സ്കൂളിൽ നിന്ന് വഴക്ക് പറയാൻ പാടില്ല, നമ്മളും വഴക്ക് പറയണം അല്ലെ? നമ്മളും പിന്നെ അടിച്ചൊക്കെ ആവുമ്പോഴാണ് അവർ ഇച്ചിരി ഭക്ഷണം ഇതൊക്കെ ആവുന്നത്. എന്തായാലും അമ്മയും മക്കളൊക്കെ കൂടി ഇരുന്നൊക്കെ ഒരുമിച്ച് പഠിക്കാം. നിങ്ങൾ പഠിക്കുമ്പോഴേക്കും അവര് വന്നിരുന്ന് പഠിക്കട്ടെ അല്ലെ? അപ്പൊ നമുക്ക് പഠിക്കാന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേരെ വിളിച്ചൊക്കെ ഇരുന്ന് പഠിപ്പിക്കുക. പിന്നെ എന്താ വേറെ എന്താ വിശേഷം? എല്ലാവരും സുഖമായിരിക്കല്ലേ? അപ്പൊ നെക്സ്റ്റ് ഇനിയിപ്പോ ആരാ നിങ്ങൾക്ക് നെക്സ്റ്റ് മാം ഇനി ജോയിൻ ചെയ്യും കേട്ടോ. കുറച്ചേ നമ്മൾ എടുത്തിട്ടുള്ളൂ. എടുത്ത് അത്രയും നിങ്ങളൊന്ന് വായിച്ചു വെച്ചേക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ നമുക്ക് അടിച്ചു കിട്ടുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പോർഷൻസ് നമ്മള് കവർ ചെയ്ത് പോകുന്നുണ്ട്. എന്തായാലും നമ്മൾ വിചാരിക്കുന്ന അത്രയും തന്നെ എത്തുന്നുണ്ട്. പിന്നെ നിങ്ങൾ നല്ല ഒരു എന്താ പറയാ, എന്നെ തള്ളി നല്ല മോട്ടിവേഷൻ ആട്ടോ. പെട്ടെന്ന് തപ്പെടുത്തൊക്കെ തന്നോണ്ട് നമുക്ക് പെട്ടെന്ന് ക്ലാസ്സുകളും നമുക്ക് അതിനനുസരിച്ച് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ 1-2 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. വേറെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ഓപ്ഷൻസ് ഒക്കെ ആണെങ്കിലും ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിലൊക്കെ നല്ല എളുപ്പമുള്ളതാണ്. 3rd 4th മൊഡ്യൂൾ വരുമ്പോൾ ഇച്ചിരി വലിയ ചാപ്റ്റേഴ്സ് ആണെന്നുള്ളൂ. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതിനേക്കായി ഇത്തിരി കൂടി ലെങ്തി ആണുള്ളൂ. എന്നാലും നമുക്ക് കുഴപ്പമില്ല. ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അത്രയും പഠിച്ചു പോരുമല്ലോ അല്ലെ? അപ്പൊ നമുക്ക് അന്നേരം നോക്കാം. ഓക്കെ, എന്തായാലും ഞാൻ എന്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് മാം ഇപ്പൊ ജോയിൻ ചെയ്യും. എല്ലാവർക്കും താങ്ക് യു. പിന്നെ ശനിയാഴ്ച ആയിട്ട് പറയാൻ ബുദ്ധിമുട്ടില്ല. ക്ലാസ്സിൽ കയറിയ അമ്മമാരും എല്ലാവർക്കും ഒരു പ്രത്യേകം ഒരു താങ്ക് യു കേട്ടോ. ഓക്കെ, വലിയ റിസ്ക് ഒക്കെ എടുത്തൊക്കെ കയറിയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ.